മിനു മുനീറിനെ പോലെയുള്ള സ്ത്രീകൾ നടിമാർ അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ മലയാള സിനിമയിലെ പല മുഖങ്ങൾക്കും വികൃതമുഖമുണ്ടായിരുന്നു. നമ്മൾ കൈയടിച്ച, നമ്മളെ ത്രസിപ്പിച്ച, നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ ആസ്വദിപ്പിച്ച പല മുഖങ്ങൾക്കും അതിന് പിന്നിൽ യഥാർത്ഥ മുഖം മറ്റൊന്നായിരുന്നു എന്ന് വെളിപ്പെടുന്ന നിമിഷങ്ങളാണ് പുറത്തു വരുന്നത്. ഹരികൃഷ്ണൻ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഹരി, ഈ മിനു മുനീറിൽ നിന്ന് അവസാനിക്കുകയില്ല നടന്മാരുടെ പേരുകൾ. ഇനിയും വരും മണിക്കൂറിലും പുതിയ പേരുകൾ പുറത്തു വരും. അത്രമാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് മലയാള സിനിമ നേരിടുന്ന പ്രശ്നങ്ങളെന്ന്. അപ്പോഴും പുറത്ത് നമ്മൾ അറിയാത്ത പേജുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ആ പേജുകളിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ഈ വായിച്ച പേരുകളും ഉണ്ടാകാം, അതിനപ്പുറം വലിയ കൊമ്പന്മാരുടെ പേരുകളും ഉണ്ടാകാം എന്ന് തന്നെയാണ് ഈ ഓരോ വെളിപ്പെടുത്തലും മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഭവ്യ, വലിയ കൊമ്പന്മാർ തന്നെ ഇനിയും പേരുകൾ വന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ ഓരോ സ്ത്രീകൾ അവർക്ക് അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെ അവർ മുന്നോട്ട് വന്ന് പറയണം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം അവർ എല്ലാവരും മുന്നോട്ട് വന്ന് പറയണം. ഇതുപോലെ അക്കമിട്ട് പേരുകൾ നിരത്തിക്കൊണ്ട് തന്നെ അവരുടെ മുഖംമൂടികൾ വലിച്ചു കീറണം എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം പ്രേക്ഷകർക്കും ഒരു തിരിച്ചറിവാണ്, ഇതെല്ലാമാണ് സിനിമാ മേഖലകളിൽ സിനിമയുടെ ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് ഒരു തിരിച്ചറിവും കൂടിയാണ്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ മണിക്കൂറുകളിലും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പോൾ മിനു മുനീർ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലും അത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഏറ്റവും എടുത്ത് പറയേണ്ടത്, അമ്മ എന്ന സംഘടനയിൽ തനിക്ക് അംഗത്വം നൽകാമെന്ന പേരിൽ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ഇടവേള ബാബു തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുകൂടി എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണിയമ്പിള്ള രാജു തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ളതും കൂടി മിനു മുനീർ സംസാരിക്കുന്നുണ്ട്. ലൈംഗിക ചുവയോടെ സംസാരിച്ചു. അതായത് മണിയമ്പിള്ള രാജു നിർമ്മാതാവ് കൂടിയാണ്. ഇടവേള ബാബു നമുക്കറിയാം ഇതിന് മുന്നേ തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്നൊരു വ്യക്തിയാണ്. അതും 18 വർഷക്കാലം 25 വർഷക്കാലം എന്തോ AMMയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇടവേള ബാബു. ഇടവേള ബാബുവിന്റെ നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും സൂചിപ്പിക്കേണ്ടതാണ്. ഇതുപോലെ അംഗത്വം നൽകാമെന്ന പേരിൽ തന്നെ ഇതിന് മുന്നേയും ഒരു ആരോപണം ഇടവേള ബാബുവിന് നേരെ വന്നിരുന്നതാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇവരൊക്കെ തന്നെ AMMയുടെ അസോസിയേഷനിൽ ഏറ്റവും പ്രധാന താരങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവരൊക്കെ പ്രധാന പങ്കുകൾ വഹിച്ചിരുന്നവരാണ്. ഇവർക്കൊക്കെ നമ്മൾ ഹേമ കമ്മിറ്റിയിൽ കണ്ടതുപോലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ എന്ത് പവർ ഗ്രൂപ്പ്, ഏത് പവർ ഗ്രൂപ്പ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. നടൻ മുകേഷ് പറഞ്ഞിരുന്നത് പ്രേമലു എന്ന സിനിമയിൽ ഒരു പയ്യൻ വന്നിരുന്നില്ലേ, ആ സിനിമകളൊക്കെ വിജയിച്ചില്ലേ, അവിടെ എങ്ങനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുകയാണ്. പക്ഷേ ഇതൊക്കെ തീരുമാനിക്കുന്നത് അമ്മയിൽ അംഗത്വം കിട്ടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ കാരണങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ഈ താരങ്ങൾ നടത്തുന്ന വെളിപ്പെടുത്തൽ അവർക്ക് ഒരു അംഗത്വം ലഭിക്കാൻ AMMA എന്ന സംഘടനയിൽ നിന്ന് ഒരു അംഗത്വം ലഭിക്കണമെങ്കിൽ നേരിടേണ്ടി വരുന്ന മാനസികമായും ലൈംഗികപരമായുമുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ മിനു മുനീർ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഓരോ മണിക്കൂറിലും ഇപ്പോൾ ഇതാ മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത്. വരും മണിക്കൂറിലും ഇനിയും മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല.